വെൽഫെയർ പാർട്ടി 12ാം വാർഡ് യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ SLC+2 വിജയിച്ച മുഴുവൻ വിദ്യാർത്ഥികളെയും അനുമോദിച്ചു. അനുമോദന സമ്മേളനം KA മുഹമ്മദ് സാലിഹ് ഉദ്ഘാടനം ചെയ്തു. വെൽഫെയർ പാർട്ടി പ്രസിഡന്റ് TM അബ്ദുൽ കരീം അധ്യക്ഷത വഹിച്ച യോഗത്തിൽ വാർഡ് മെമ്പർ IA ഷംസുദ്ദീൻ സ്വാഗതവും TM കുഞ്ഞു മുഹമ്മദ് നന്ദിയും പറഞ്ഞു. വൈപ്പിൻ ഏരിയ ജനറൽ സെക്രട്ടറി CK നാസർ പേരിലേക്ക് വരണം. നമ്മോട് നല്ലതായ എന്ത് കാര്യങ്ങളിലും നല്ല രീതിയിൽ സഹകരിക്കുകയും വേണ്ടുന്ന നിർദ്ദേശങ്ങൾ തരുന്ന ആളാണ് നമ്മുടെ സെക്രട്ടറിക്ക മേപ്ലവർ. അദ്ദേഹം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. വെൽഫെയർ പാർട്ടിയുടെ ജില്ലാ ഏരിയ കമ്മിറ്റി അംഗം TM കുഞ്ഞു മുഹമ്മദ് സാഹിബ് ഇതിലേക്ക് വരും. പ്രധാനപ്പെട്ട നിമിഷങ്ങളാണ്. കാരണം നമ്മുടെ വാർഡിനെയും അതിലുപരി നമ്മുടെ പഞ്ചായത്തിനെയും നാടിനെയും എല്ലാം മുന്നോട്ട് നയിക്കാൻ അർഹതയുള്ള വ്യക്തിത്വങ്ങളായി വളരേണ്ട കുട്ടികളെ ആദരിക്കുന്ന ഒരു ബൃഹത്തായ സദസ്സിലാണ്. വളരെ ഗൗരവമുള്ള സദസ്സാണ്. കുട്ടികളെ അഭിനന്ദിക്കുക, അനുമോദിക്കുക എന്നൊക്കെ പറയുന്നത് വളരെ നല്ല കാര്യമാണെന്ന് ഒരുപാട് അനുഭവങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ലോകത്തിൽ ഒരുപാട് നേട്ടങ്ങൾ കൈവരിച്ചിട്ടുള്ള ആളുകളുടെ പിന്നിലെല്ലാം അനുമോദനങ്ങൾ അതിലുണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഏതായാലും വെൽഫെയർ പാർട്ടിയുടെ ലക്ഷ്യം സകലമാന ജീവികൾക്കും ക്ഷേമവും കാരുണ്യവും സ്നേഹവും എല്ലാം കൊടുക്കുക എന്നുള്ളതാണ് വെൽഫെയർ പാർട്ടിയുടെ ലക്ഷ്യം. ആ ലക്ഷ്യത്തിൽ പ്രവർത്തിക്കുന്ന പാർട്ടി 12ാം വാർഡിൽ നിങ്ങൾ തിരഞ്ഞെടുത്തത് എന്നെയാണ്. ഞാൻ ഏതായാലും നമ്മുടെ വാർഡിലെ കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിന് പുരോഗതിക്ക് വേണ്ടി എന്താണോ ചെയ്യേണ്ടത് അതെല്ലാം ചെയ്യാറ്. എന്നെക്കൊണ്ട് സാധിച്ചില്ലെങ്കിൽ അതിന് പറ്റുന്നവരെ കൊണ്ട് എല്ലാ രീതിയിലൊക്കെ ക്ലാസ് എടുക്കാറുണ്ട്. ജയിച്ചു വരുന്ന +2-നും SSLC-ക്കും ജയിച്ചു വരുന്ന എല്ലാ കുട്ടികൾക്കും, അല്ലാതെ A+ കിട്ടിയവർക്കും മാത്രമല്ല, എല്ലാ കുട്ടികൾക്കും അനുമോദനം കൊടുക്കുന്ന പതിവ് എല്ലാ കൊല്ലങ്ങളുമായിട്ടുണ്ട്. എല്ലാവർക്കും അറിയാം, പ്ലാസ്റ്റിക്കിന്റെ കടക്കേറി ഭൂമിയിലുണ്ടാവുന്ന എല്ലാ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളൊക്കെ നമുക്കറിയാം. അത് കത്തിച്ചാലുണ്ടാവുന്ന അതിന്റെ കാർബൺ ഡൈ ഓക്സൈഡൊക്കെ ശ്വസിച്ചാൽ ക്യാൻസറിൻ്റെ ഉണ്ടാവും. ഇന്ന് നമ്മുടെ പഞ്ചായത്തിൽ തന്നെ ഏകദേശം കണക്കിൽപ്പെടുന്നില്ലെങ്കിൽ 400 ക്യാൻസർ രോഗികളാണ് നമ്മുടെ ഈ പഞ്ചായത്തിൽ മാത്രം. അത്രയ്ക്ക് ഭീകരമാണ് പ്ലാസ്റ്റിക്കിന്റെ കത്തിക്കൽ കൊണ്ട്, പ്ലാസ്റ്റിക്കിന്റെ മാലിന്യം കൊണ്ടൊക്കെ ഉണ്ടാവുന്നത്. നമുക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല. അതിന്റെ ദൂരവ്യാപകമായ ഫലങ്ങൾ അറിഞ്ഞു വരുമ്പോഴാണ് ഒരു ക്യാൻസർ പേഷ്യൻ്റായിട്ട് വരുന്നത്. ഒരുപാട് ആളുകൾ സഹായത്തിന് വന്നിട്ടൊന്നും ചെയ്യാൻ പറ്റാതെ നിസ്സഹായ അവസ്ഥയിൽ മടക്കി വിടേണ്ട അവസ്ഥ അവരും ആയിട്ടുണ്ട്. അങ്ങനെയുള്ളതാണ്. അപ്പൊ ആ പ്ലാസ്റ്റിക് ശേഖരിക്കുന്ന ഹരിതകർമ്മസേന വിഭാഗങ്ങൾ എന്ന് പറഞ്ഞ ഒരു വിഭാഗം നമ്മുടെ പഞ്ചായത്തിലുണ്ട്. എല്ലാ വാർഡിലും 2 സഹോദരിമാരുണ്ട്. ഏതായാലും അവരെ അനുമോദിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് നമ്മുടെ വാർഡിലെ 2 സഹോദരിമാർ, ഒന്ന് ജാസ്മിനും ഒന്ന് സഗീതയുമാണ്. അവരെയും ഈ കൂട്ടത്തിൽ അനുമോദിക്കുന്നുണ്ട് എന്ന് പറയുന്നത്. ബാച്ചിൽ SSLC-ക്കാരനാണ്. അത് അതിനുശേഷം BSc എഞ്ചിനീയറിംഗ് പാസ്സായിട്ടുള്ള വ്യക്തിയാണ്, മെക്കാനിക്കൽ. അങ്ങനെ വിദ്യാഭ്യാസത്തിൽ വളരെയധികം ഉന്നത ശ്രേണിയിലുള്ള ആളാണ്. അതൊന്നും വകവെക്കാതെ പുള്ളിയുടെ സ്ഥലത്ത് രീതിയിലുള്ള നല്ല രീതിയിലുള്ള കാർഷിക ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി വിഷമമില്ലാത്തത് തന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഉണ്ടാക്കി ആളുകൾക്ക് വിതരണം ചെയ്യുന്നുള്ളൊരു നല്ല മനസ്സിന്റെ ഉടമയാണ്. അദ്ദേഹത്തിനെ നിങ്ങളോട് എന്തെങ്കിലും പറയാനൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിനെ ആത്മാർത്ഥമായി സ്വാഗതം ചെയ്യുന്നു. ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന വ്യക്തികളെ കുറിച്ചുള്ള വിവരണങ്ങളൊക്കെ അദ്ദേഹം നൽകി കഴിഞ്ഞു. ഇന്നിപ്പോൾ നമ്മളുടെ ഈ പരിപാടിയുടെ ഉദ്ഘാടകൻ സാലൂക്കിയാണ്. നേരത്തെ ഷംസുക്ക പറഞ്ഞ പോലെ തന്നെ വളരെ നിശബ്ദനായ ഒരു സാധാരണക്കാരൻ്റെ രൂപത്തിൽ നടക്കുകയാണെങ്കിലും വലിയ ഡിഗ്രികളൊക്കെ ആ കാലത്ത് നിന്ന് നേടി വലിയ ഉന്നത സ്ഥാനങ്ങളിലേക്ക് പോകേണ്ട ആളായിരുന്നെങ്കിലും അദ്ദേഹത്തിൻ്റെ ഒരു പുതിയ ഒരു കാഴ്ചപ്പാടനുസരിച്ച് ലളിത ജീവിതം സ്വീകരിച്ചുകൊണ്ട് നമ്മളുടെ ഇടയിലൊക്കെ ഇങ്ങനെ സാധാരണക്കാരനെ പോലെ ജീവിച്ചുകൊണ്ടിരിക്കുന്നൊരു എന്താ പറയുക വലിയ സിംഹമാണത്. ഏതായാലും അനുഭവ സമ്പത്ത് കൊണ്ട് നമ്മളോട് അല്പം കാര്യങ്ങൾ അദ്ദേഹത്തിന് പറയാനുണ്ടാകുമെന്ന കാര്യം ഉറപ്പാണ്. മാർക്ക് വാങ്ങി പാസ്സായ കുട്ടികൾക്കും അവരുടെ പാരൻസിനും ഉപകാരപ്പെടും എന്ന നിലക്കാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. സ്വന്തം അനുഭവമാണ്.
എൻ്റെ മൂത്ത മകൻ അവൻ ടാലൻറ്റിലാണ് പഠിച്ചിരുന്നത്. അന്ന് സ്കൂളിൽ 10ാം ക്ലാസ്സിലും പ്ലസ് ടുവും ടോപ്പറായിരുന്നു. 10ാം ക്ലാസ് പാസ്സായി കഴിഞ്ഞാൽ ആ കുട്ടികൾക്ക് സ്വന്തമായിട്ട് ഒരു ഐഡിയ ഉണ്ടാവില്ല. ഏത് ഇതെടുക്കണം, ഫസ്റ്റ് ഗ്രൂപ്പ് എടുക്കണോ, സെക്കൻഡ് ഗ്രൂപ്പ് എടുക്കണോ, തേർഡ് ഗ്രൂപ്പ് എടുക്കണോ, ജനറലായിട്ട് ഉണ്ടാവില്ല. എങ്കിലും അവർക്ക് മാത്സ് അല്ലെങ്കിൽ സെക്കൻഡ് ഗ്രൂപ്പിൻ്റെ വിഷയങ്ങൾ അല്ലെങ്കിൽ തേർഡ് ഗ്രൂപ്പ് ഫോർത്ത് ഗ്രൂപ്പിൻ്റെ വിഷയങ്ങളിൽ 10ാം ക്ലാസ് വരെയുള്ളതിൽ പാരൻസിന് ശ്രദ്ധിച്ചാൽ അവരുടെ ഇൻട്രസ്റ്റ് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ മോനോട് ചോദിച്ചപ്പോൾ അവന് ഒട്ടും ഐഡിയ ഇല്ല 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ. അങ്ങനെ ഞങ്ങൾ മാർക്കുണ്ട്, മാത്സിൽ ഞങ്ങൾ ഫസ്റ്റ് ഗ്രൂപ്പ് രീതിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റേജാണ് 10ാം ക്ലാസ്. 10ാം ക്ലാസ്സിൻ്റെ പ്ലസ് ടു എക്സാമിൻ്റെയും ഇടയ്ക്കുള്ള ടൈം. ആ ടൈമിലാണ് നമ്മൾ പ്രൊഫഷണൽ കോളേജിൽ പോകാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ അല്ലെങ്കിൽ ഡിഗ്രിക്ക് പോകണ സ്റ്റേജിൽ ഒരു ആവശ്യമുള്ള വിദ്യാഭ്യാസം കിട്ടുന്ന സ്റ്റേജ്. ഞാനീ പറയാൻ ശ്രദ്ധിക്കണം കേട്ടോ, എൻ്റെ അനുഭവങ്ങളാണ്. അങ്ങനെ ഞങ്ങൾ അവന് 10ാം ക്ലാസ്സിൽ പ്ലസ് 1 ചേർത്തു. ടാലൻറ്റിൽ തന്നെ എറണാകുളത്ത് കോച്ചിങ് സെൻറ്ററിൽ ചേർത്തു. പഠിക്കുന്ന കുട്ടിയായിരുന്നു. അവൻ നന്നായിട്ട് പഠിച്ചു. അവന് NIT വാറങ്കൽ ആന്ധ്ര അഡ്മിഷൻ കിട്ടി. അത് കഴിഞ്ഞ് MBAക്ക് IIM കിട്ടി. അപ്പോൾ ഞാൻ ഫോക്കസ് ചെയ്തത് എന്താണെന്ന് വെച്ചാൽ കുട്ടികൾക്ക് 10ാം ക്ലാസ് കഴിഞ്ഞ കുട്ടികൾക്ക് വലിയ ഐഡിയ ഉണ്ടാവില്ല ഏത് റൂട്ടിൽ പോകണം. അത് നമ്മൾ പാരൻസ് മനസ്സിലാക്കി തിരിച്ചു വിടണം. അതിൻ്റെ ട്രെയിനിങ് കോച്ചിങ് സെൻ്റർ എവിടെയാണ് ഇത് കണ്ടുപിടിച്ചിട്ട് ആ റൂട്ടിലേക്ക് വിടണം. ഇതാണ് എനിക്ക് പറയാനുള്ള ഒരു അനുഭവ കഥ. അപ്പോൾ ഞാൻ ഏതായാലും എൻ്റെ സംസാരം അവസാനിപ്പിക്കുകയാണ്. ഇത് സന്തോഷത്തോടു കൂടി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. വിശിഷ്ട വ്യക്തിത്വങ്ങളെ, വിദ്യാർത്ഥികളെ, മറ്റ് പൗരപ്രമുഖരെ എല്ലാവർക്കും എൻ്റെ നമസ്കാരം. വളരെ യാദർച്ഛികമായിട്ടാണ് ഷംസൂക്ക ഇന്നലെ എന്നെ വിളിച്ചിട്ട് നമ്മളുടെ 12ാം വാർഡിൽ 10ാം ക്ലാസ്സിലും പ്ലസ് ടുവിനും പാസ്സായ കുട്ടികൾക്ക് ഒരു അനുമോദനം സംഘടിപ്പിക്കുന്നുണ്ട്. ഒന്നിവിടെ ഒരു വരണമെന്നാണ് പറഞ്ഞത്. ഈ ആശംസാ പ്രസംഗം അദ്ദേഹം എന്നോട് സൂചിപ്പിച്ചായിട്ട് ഞാൻ ഓർക്കുന്നില്ല. എന്നിരുന്നാലും എനിക്ക് നിങ്ങളെ കാണുമ്പോൾ വളരെ സന്തോഷമാണ് തോന്നുന്നത്. കാരണം എൻ്റെ പഠനം കഴിഞ്ഞ ഏകദേശം ഒരു 4 വർഷത്തോളം ഞാനും അധ്യാപകനായിരുന്നു. ഞാനിങ്ങനെ പൂനമാവിൽ ഒരു ITC ഉണ്ട്. അവിടുത്തെ തിയറിയും കാൽക്കുലേഷനും എടുക്കുന്ന അധ്യാപകനായിട്ട് ഏതാണ്ട് 4 വർഷത്തോളം അവിടെ ജോലി ചെയ്തിട്ടുണ്ട്. അതിനുശേഷമാണ് ഞാൻ എൻ്റെ പ്രൊഫഷനിലേക്ക് മാറിയത്. ഇപ്പോൾ ഇവിടെ സൂചിപ്പിച്ച പോലെ 10 കുട്ടികൾ പ്ലസ് ടുവിലും 19 കുട്ടികൾ 10th SLCക്കുമാണ് ഫുൾ A+ കിട്ടിയത്. നമ്മളുടെ അധ്യക്ഷ പ്രസംഗം പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ ഒരു കരിക്കുലം അല്ലെങ്കിൽ നിങ്ങളിനി എന്താണ് തുടരണം എന്നുള്ളത് തീരുമാനമെടുക്കേണ്ട കൃത്യമായ ഒരു സ്റ്റേജാണിത്. 10ാം ക്ലാസ്സിലെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം പ്ലസ് ടുവിന് പോകുമ്പോൾ എടുക്കുന്ന ഓപ്ഷൻ സബ്ജക്റ്റും പ്ലസ് 2 കഴിഞ്ഞ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർ ഇനി നമ്മൾ ഒരു പ്രൊഫഷൻ, നമ്മുടെ ജീവിതം തന്നെ തിരഞ്ഞെടുക്കുന്ന ഒരു പ്രൊഫഷനിലേക്കാണ് നിങ്ങൾ മാറുന്നത്. അപ്പോൾ ഈ സമയത്താണ് പൊതുവെ എല്ലാവരും ഒരു കൺഫ്യൂസ്ഡ് ആവണം. നേരത്തെ തന്നെ പ്ലസ് ടുവിൽ തീരുമാനിച്ച പിള്ളേരാണെങ്കിൽ നമ്മൾ ട്രഡീഷണൽ ആയിട്ടുള്ള എഞ്ചിനീയറിങ്ങിന് പോകാം, അല്ലെങ്കിൽ മെഡിസിന് പോകാൻ തുടങ്ങിയുള്ള കോച്ചിങ് സെൻ്ററിലൊക്കെ അവർ നേരത്തെ തന്നെ പോയി തുടങ്ങിയിട്ടുണ്ടാവും. പക്ഷേ എല്ലാവർക്കും അത് എത്തിപ്പെടാവുന്ന ഒരവസ്ഥയല്ല. പലപ്പോഴും എഞ്ചിനീയറിങ്ങിന് തന്നെ നമുക്ക് ഗവൺമെൻറ് കോളേജിൽ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ കടമ്പയാണ്. പിന്നുള്ളത് നമ്മൾ പ്രൈവറ്റ് മാനേജ്മെൻറ്റിൻ്റെയാണ്. മെഡിസിനുള്ളത് അതുപോലെ തന്നെ നമ്മൾ പ്രൈവറ്റ് മേഖലയിലേക്ക് കടന്ന കോടികളാണ് ആവശ്യം വരുന്നത്. ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകളിലാണെങ്കിൽ അതിനുള്ള പരിമിതമായ സൗകര്യങ്ങൾ നമുക്കറിയുകയും ചെയ്യും. ഈ ചാനൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.